എട്ടാം നൂറ്റാണ്ടിൽ ശ്രീ ശങ്കര ഭഗവത് പാദർ വേദാന്ത പ്രചരണത്തിനായി ഭാരതത്തിന്റെ 4 ദിക്കിലും ഓരോ മഠങ്ങൾ വീതം സ്ഥാപിച്ചു. ഓരോ മഠത്തിന്റെയും ചുമതല ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം തൃശൂരിൽ വടക്കുന്നാഥനടുത്ത് പടിഞ്ഞാറേച്ചിറയുടെ കിഴക്കേ ഭാഗത്തായി ഒരൊറ്റ മേൽക്കൂരയ്ക്ക് താഴെ വടക്കേ മഠം, നടുവിൽ മഠം, ഇടയിൽ മഠം, തെക്കേ മഠം എന്നിങ്ങനെ അറിയപ്പെടുന്ന 4 മഠങ്ങൾ സ്ഥാപിച്ചു. ശ്രീശങ്കര പരമ്പരയിലെ ഹസ്താമലകാചാര്യ സ്ഥാപിച്ച വടക്കേ മഠം എന്ന സന്യാസി മഠം കാലാന്തരത്തിൽ തൃശൂർ ബ്രഹ്മസ്വം മഠം എന്ന തൃശൂർ വടക്കേ മഠം ബ്രഹ്മസ്വമായി. ഋഗ്വേദവും യജുർവേദവും പഠിപ്പിക്കുന്ന ഈ വേദപഠനശാലയിൽ വേദപഠനത്തിനൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസവും നൽകി വരുന്നു. അവർ മോർണിംഗിൽ 5 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ അവരെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞാൽ അവരെ കുളി കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം എന്ന് പറയുന്നത് ബോഡി എക്സസൈസ് മാത്രമല്ല, വേദം ചൊല്ലി നമസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉപാസന 7:30 മണിയോടുകൂടി ഉപാസന കഴിഞ്ഞാൽ പിന്നീട് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഒരു 12 മണി 12:30 വരെയും അവർക്ക് ചെല്ലണം. അതിൻ്റെ ഇടയ്ക്ക് ചില ഈ 5 മിനിറ്റ് അല്ലെങ്കിൽ ബ്രേക്കൊക്കെ കൊടുക്കും. അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കളിക്കാൻ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി കൊടുക്കും. 12:30 വരെയും ഓൾറെഡി ചെല്ലലാണ്. 12:30 മണിക്ക് ഊണ് കഴിഞ്ഞാൽ വീണ്ടും സ്കൂൾ പഠനങ്ങളാണ്. പിന്നെ സ്കൂൾ പഠനമാണ്. ഏത് പഠനം കൊണ്ട് അവർക്ക് എല്ലാം കൊണ്ടും മറ്റു പഠിപ്പിനൊരു ഇത് കിട്ടും. എന്താ മെമ്മറി പവർ കൂടും. ഇത് ബൈഹാർട്ട് പഠിക്കലാണല്ലോ. തൃശൂർ പൂരവുമായും അഭേദ്യമായ ബന്ധം പുലർത്തുന്നുണ്ട് ഈ മഠം. തൃശ്ശൂർ പൂരത്തിന് അന്ന് രാവിലെ തിരുവമ്പാടിയിൽ നിന്ന് എഴുന്നള്ളി വരുന്ന ഭഗവതി 9 മണിയോടുകൂടി നടുവിൽ മഠത്തിലേക്ക് പ്രവേശിക്കുന്നു. നടുവിൽ മഠത്തിൽ വെച്ചിട്ട് ഇറക്കിപ്പൂജ നടക്കുന്നു. ഭഗവതിയുടെ ഇറക്കിപ്പൂജ നടക്കുകയാണ്. അതിനുശേഷം തൊട്ടടുത്തുള്ള വടക്കേ മഠം ബ്രഹ്മസ്വം വേദപാഠശാലയിലേക്ക് ഭഗവതിയെ എഴുന്നള്ളിക്കുകയാണ്. അവിടെ വീണ്ടും ഇറക്കിപ്പൂജ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കോലത്തിലെ അലങ്കാരങ്ങളും മറ്റും മാറ്റുന്നു. വേദവിദ്യാർത്ഥികൾ സൂക്തം ജപിച്ച് ഭഗവതിയെ വരവേൽക്കുന്നു. അതിനുശേഷം ഏകദേശം ഒരു 10:30, 10:45, 11 മണിയോടുകൂടി മഠത്തിൽ വരവ്, ലോകപ്രസിദ്ധമായ മഠത്തിൽ വരവ് ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് ആരംഭിക്കുന്നു. കുടമാറ്റം വരെയാണ് സാധാരണക്കാർക്ക് അറിയുള്ളൂ. കുടമാറ്റത്തിന് ശേഷം ഈ ഭഗവതിമാർ അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ ആരും ശ്രദ്ധിക്കാറില്ല. തിരുവമ്പാടി ഭഗവതി തിരിച്ച് തിരുവമ്പാടി അമ്പലത്തിലേക്കല്ല പോകുന്നത്. കുടമാറ്റം കഴിഞ്ഞിട്ട് തിരുവമ്പാടി ഭഗവതി വരുന്നത് വീണ്ടും വടക്കേ മഠത്തിലേക്കാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ ആറാട്ട് നടക്കുന്നത് നടുവിൽ മഠത്തിൻ്റെ ഈ കടവിലാണ്. തിരുവമ്പാടി ഭഗവതിക്കും അതുപോലെ തന്നെ പാർമേക്കാവിലെ അമ്മയും ആറാടുന്നത് ഈ നടുവിൽ മഠത്തിൻ്റെ ഈ ആറാട്ട് കടവിലാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് 2ാമത്തെ ദിവസം, അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ അടുത്ത ദിവസം, തൃശ്ശൂർകാരുടെ പൂരം എന്നറിയപ്പെടുന്ന ആ ദിവസം, പൂരം കഴിഞ്ഞ് ഭഗവതിമാർ അമ്പലങ്ങളിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ആറാട്ടിനായി വൈകുന്നേരം നടുവിൽ മഠത്തിൻ്റെ ഈ കടവിലേക്ക് എത്തുന്നു. തന്ത്രിമാരും അതുപോലെ തന്നെ ഭക്തജനങ്ങളും കൂടിയിട്ട് ഇവിടെ വെച്ചിട്ട് ആറാടുന്നു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തിൻ്റെ ഒരു സമാപനം. സാമ്പത്തികപരമായും അല്ലാതെയും ഏറെ പ്രതിസന്ധികളെ തരണം ചെയ്ത് പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് പുതുതലമുറയിലേക്ക് വേദങ്ങളും ഉപനിഷത്തുകളും പകർന്നു നൽകി ബ്രഹ്മസ്വം മഠം ഈ പൂരനാളിലും ശ്രദ്ധേയമാവുകയാണ്.